അനാവശ്യം പറയരുത്. ഞാൻ ഈ കല്യാണത്തിന് വേണ്ടി ആരുടെയും കാല് പിടിച്ചിട്ടൊന്നുമില്ല. തന്ത്രപൂർവം നീ ഇവളെ ട്രാപ്പ് ചെയ്തു, ഇവിടെ സ്വത്തുക്കൾ മോഹിച്ച്. എന്നിട്ടിപ്പോ പഴയ കാമുകിയായി ഒന്നിച്ചു കഴിയാനുള്ള പദ്ധതി തയ്യാറാക്കുന്നു. നടക്കില്ലടാ. നീ കരുതും പോലെ ഇവിടെ ചതിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മതി, നിർത്ത്. ഇതിനൊക്കെ മറുപടി പറയാൻ എനിക്കറിയാം. എന്റെ കുഞ്ഞിനെ അബോട്ട് ചെയ്ത് കൊന്നിട്ട് നിന്ന് പ്രസംഗിക്കുന്നോ? എനിക്കറിയാം. എന്നെ കളഞ്ഞിട്ട് ഇവിടെ മറ്റൊരാളെ കൊണ്ട് മാരി ചെയ്യിക്കാനാ നിങ്ങളുടെ അനിയത്തിയുടെ ഉദ്ദേശം. എന്താ അത് നടക്കില്ലെന്ന് നീ കരുതിയോ? നിന്നേക്കാൾ യോഗ്യതയുള്ള 100 പുരുഷന്മാർ ഈ വീട്ടിൽ വന്ന് ക്യൂ നിൽക്കും. കാണണോ? കാണണം. നിങ്ങൾ ആ 100 പേരെ കൊണ്ട് ഇവിടെ കെട്ടിച്ചു കൊടുത്തോ. ഞാൻ പോവാ. നിൽക്ക്, പേടിപ്പിക്കല്ലേ. നീ പോയ ഇവക്കൊരു ചുക്കുമില്ല. പക്ഷേ നീ തട്ടിയെടുത്ത പണം പലിശ സഹിതം തിരിച്ചേൽപ്പിക്കണം, നിന്റെ അമ്മയുടെ ചികിത്സാ ചെലവ് ഉൾപ്പെടെ. ഇല്ലെങ്കിൽ ഈ മഹേശ്വരിയുടെ തനി സ്വഭാവം നീ അറിയും. തരും. വാങ്ങിയ ശമ്പളം വരെ തിരികെ തരും. നിങ്ങളുടെ ഒരു പണം അതെന്റെ പട്ടിക്ക് പോലും വേണ്ട. എന്റെ ആത്മാഭിമാനം എനിക്ക് വലുത്. നീ സങ്കടപ്പെടണ്ട. പുകഞ്ഞ കൊള്ളി പുറത്ത്. കമ്പനി എം ഡി ആയത് പിന്നെ എനിക്ക് നിന്നെ കാണാനേ പറ്റുന്നില്ലല്ലോ. ഞാൻ ആർക്ക് വേണ്ടിയാ കഷ്ടപ്പെടുന്നത്? ദേ, സ്വന്തം ചേച്ചിയാ ഇപ്പൊ ശത്രുസ്ഥാനത്തുനിന്ന് കമ്പനി നശിപ്പിക്കാൻ നോക്കുന്നത്. കൂട്ടിനാ ജനറൽ മാനേജരും. സൂക്ഷിച്ചില്ലെങ്കിലേ എല്ലാം തകരും. എന്തായാലും ചേച്ചിയുമായിട്ടൊരു ഏറ്റുമുട്ടൽ ഇനി വേണ്ട. അധികാരമെല്ലാം വർഷയ്ക്ക് കൈമാറി കഴിഞ്ഞല്ലോ. അധികാരം കൈമാറി. പക്ഷേ ഡയറക്ടർ ബോർഡില് ഇപ്പോഴും ചേച്ചി മെമ്പറായിട്ട് തുടരുക. അതുകൊണ്ട് തീരുമാനങ്ങൾ പലതും എടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. വർഷ, എന്തെല്ലാം തെറ്റുണ്ടായാലും എന്റെ കൂടപ്പിറപ്പിനെ ചവിട്ടി പുറത്താക്കാൻ എനിക്ക് കഴിയില്ല. എനിക്ക് ആക്സിഡന്റായി കിടന്നപ്പോ സ്വന്തം ജീവനെ പോലെ കരുതി എന്നെ നോക്കിയതാ ചേച്ചി. പക്ഷേ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ചേച്ചിയുടെ പൊസസീവ്നെസ് പുറത്തിയാടി. അതെനിക്ക് അംഗീകരിക്കാൻ പറ്റാതായി. ചേച്ചി വീട് വിട്ടു പോവുകയും ചെയ്തു. എന്താ അതിലിപ്പോ വലിയ വിഷമമുണ്ടോ? ഇല്ല വർഷ, എനിക്കതിലും വലുത് നീയാ. ഒരിക്കലൊരു ജീവിതം തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയപ്പോൾ നീ എനിക്കൊരു ജീവിതം തന്നു. അത് മാത്രമല്ല, നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് എൻ്റെ അഭിമാനം വീണ്ടെടുക്കാനായി. പക്ഷേ നമുക്കൊരു കുട്ടി ഉണ്ടാവില്ലല്ലോ. എന്റെ മേനോൻ ചേട്ടന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ എനിക്ക് എന്താഗ്രഹമുണ്ടെന്ന് ഏട്ടനറിയോ? എനിക്കറിയാം വർഷ. എന്ത് ചെയ്യാനാ? ആക്സിഡന്റിൽ എനിക്കുണ്ടായ തകരാറുകൾ നിനക്കറിയാവുന്നതാണല്ലോ. നമുക്കൊരു അനാഥ കുഞ്ഞിനെ എടുത്തു വളർത്താം. അവനെ നമ്മുടെ സ്വന്തം കുഞ്ഞിനെ പോലെ സ്നേഹിക്കാം. എന്നിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തെല്ലാം നമുക്ക് അനാഥ ചെക്കന് കൊടുക്കാന്ന്. അതൊന്നും വേണ്ട. നമുക്ക് പരസ്പരം കുട്ടികളെ പോലെ കഴിയാം. എന്നാലും നിന്റെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ ആഗ്രഹങ്ങൾക്ക് നോ, അങ്ങനെയൊന്നും പറയരുത്. എനിക്ക് അളവറ്റ സ്നേഹം തന്നില്ലേ, സുരക്ഷിതത്വം തന്നില്ലേ, പിന്നെ പണവും സ്ഥാനവും എല്ലാം തന്നില്ലേ. ഇത്രയും ഭാഗ്യവതിയായ പെണ്ണ് എവിടെയുണ്ട്? അതല്ല, എങ്കിലും ഒരു പെണ്ണ് ആഗ്രഹിക്കുന്ന ഒന്നും. ഇങ്ങനെ മേനോൻ ചേട്ടൻ പറഞ്ഞാ എനിക്ക് സങ്കടം വരും കേട്ടോ. ഞാൻ വല്ല ആശ്രമത്തിലും പോയി സന്യാസിയായി കഴിയും, പറഞ്ഞേക്കാം. എനിക്ക് മേനോൻ ചേട്ടന്റെ സ്നേഹം മാത്രം മതി. ആ ചേട്ടാ, വേറൊരു കാര്യം. ഞാനെന്ന് പറഞ്ഞില്ലേ നീരേറ്റ് തറവാട് വിൽക്കാൻ പോണെന്ന്? അതിന്റെ രേഖകളൊക്കെ ഞാൻ കണ്ടു. ഏട്ടൻ നമ്മുടെ 2 പേരുടെ പേരിൽ തന്നെ അത് വാങ്ങണം. ഞാനത് പോയി കണ്ടു. ഓ, എന്ത് ഭംഗിയുള്ള ബംഗ്ലാവ്, ചുറ്റും കാടും തോട്ടവും. എനിക്കത് കണ്ടപ്പോ തന്നെ ഇഷ്ടായി. എത്ര ലക്ഷം ചോദിക്കുന്നത്? ലക്ഷോ? കോടികളാ. 2.5 കോടിയെങ്കിലും വേണം. അല്ല, അത്രയ്ക്ക് പണം പെട്ടെന്ന് ബിസിനസ് മാറ്റാന്നൊക്കെ വെച്ചാ? മാറ്റാൻ
രക്ഷപ്പെടാനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഏട്ടനൊരു വാക്ക് മൂളിയാ മതി. നിനക്ക് നിർബന്ധമാണെങ്കിൽ എങ്കിൽ ഞാൻ ഇന്ന് തന്നെ അഡ്വാൻസ് കൊടുക്കട്ടെ? രേഖകളൊക്കെ പരിശോധിക്കണം. ഒക്കെ ഞാൻ നോക്കിക്കോളാന്നേ. എന്നാലും കാലം മോശ. റെക്കോർഡ്സ് എല്ലാം നല്ല എക്സ്പേർട്ടായ ആളെ കൊണ്ട് തന്നെ പരിശോധിപ്പിക്കണം. എന്താ, എന്നെ വിശ്വാസമില്ലേ? ഛേ, നിന്നെ അല്ലാതെ എനിക്ക് പിന്നെ ആരെ വിശ്വാസം? എനിക്കെന്റെ മേനോൻ ചേട്ടനുമായി ആരും ഇല്ലാത്ത ബംഗ്ലാവിൽ പോയി താമസിക്കണം. എന്റെ വലിയൊരു ആഗ്രഹം അത്. ഓക്കെ ഡൺ. ഉടനെ അത് വാങ്ങിക്കോളൂ. അടിച്ചല്ലോ ലോട്ടറി. നീരേറ്റ് ബംഗ്ലാവ് ഇനി വർഷാമേനോന് സ്വന്തമാവും. എന്റെ പേരിലല്ല, എന്റെയും മേനോൻ ചേട്ടന്റെയും പേരിലായിരിക്കും വാങ്ങുക. അതന്നെ അങ്ങനെ. തൽക്കാലം അത് മതി. അത് ശരിയാ. ഒരാളങ്ങ് തട്ടിപ്പോയാ മറ്റേ ആൾക്ക് അത് കിട്ടുമല്ലോ. ഓ, ഈ തലയിൽ മുഴുവൻ ബുദ്ധിയാ. ആട്ടെ, ഈ മാത്യൂസ് അച്ചായന്റെ കാര്യം അപ്പൊ എങ്ങനാ? ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കും. ആദ്യം എത്രയും വേഗം പ്രമാണം രജിസ്റ്റർ ചെയ്യണം. 2.5 കോടിയിൽ എന്തേലും കുറവ് ചെയ്യാൻ നോക്കണം. അതൊക്കെ ഞാൻ ഏറ്റു. അത് കഴിഞ്ഞാലോ? സ്വന്തമായൊരു ഫിനാൻസ് കമ്പനി, അതിൽ 50 ലക്ഷം ഡെപ്പോസിറ്റ്. അതല്ലേ വേണ്ടത്? അത് മാത്രം മതി. 50 ലക്ഷം 50 കോടിയാക്കി മാറ്റാനുള്ള ബ്ലേഡ് വിദ്യയൊക്കെ എനിക്കറിയത്തില്ലയോ? അപ്പൊ എന്നാ ഡിപ്പോസിറ്റ് കിട്ടുന്നേ? എപ്പോ വേണേലും തരാം. ആദ്യം രജിസ്ട്രേഷൻ ഒന്ന് കഴിയട്ടെ. അല്ലേ ചയ? ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തിനാ? അല്ലെങ്കിൽ ഈ ഡെപ്പോസിറ്റ് നമുക്ക് ജോയിന്റ് ആയിട്ട് ഒരു ഫിനാൻസ് കമ്പനി നടത്തിക്കൂടെ? അതിപ്പം അപ്പൊ പിന്നെ എന്റെ കാശ് മുഴുവൻ ആ കമ്പനിയിൽ ഡെപ്പോസിറ്റ് ചെയ്യാലോ. മാത്യൂസ് ചയന് കമ്പനിയുടെ MD ആവുകയും ചെയ്യാം. പ്രോഫിറ്റ് 50-50. അല്ല കുഞ്ഞെ, ജോയിന്റ് കമ്പനി ആവുമ്പോ ഒരാൾ തട്ടിപ്പോയാ മറ്റേ ആൾ അതിന്റെ ഉടമസ്ഥനായി പോകത്തില്ലയോ? പെണ്ണും പെടക്കോഴിയൊന്നും ഇല്ലാത്തോണ്ട് മാത്യൂസ് ചയൻ അങ്ങ് തട്ടിപ്പോയാ എല്ലാത്തിന്റെ അവകാശം എനിക്ക് കിട്ടും. എന്ന് വെച്ചാ ഞാൻ അങ്ങ് തട്ടിപ്പോകുന്നാണോ കുഞ്ഞു പറയുന്നേ? ഏയ്, മാത്യൂസ് ചയൻ ചിരഞ്ജീവിയല്ലേ. അതൊന്നും വേണ്ട കുഞ്ഞെ. പറഞ്ഞ 50 ലക്ഷം ഡെപ്പോസിറ്റ് ആയിട്ട് തന്നാ മതി. ആദ്യം വസ്തുവിന്റെ രജിസ്ട്രേഷൻ, എന്നിട്ട് ഡെപ്പോസിറ്റ്. ആ, ഈ ഒരു ദിവസം കൊണ്ടൊന്നും ലോകം അവസാനിക്കില്ല എന്റെ ചായ. അത് നേരാ. അല്ല വർഷ കുഞ്ഞെ, ഞാനൊരു കാര്യം ചോദിച്ചാ ദേഷ്യപ്പെടരുത്. ഒന്നുമില്ലേലും കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രാ ഞാൻ ചോദിക്കുന്നേ. അച്ഛൻ കാര്യം പറ. കുഞ്ഞ്, ആ സുധി സാറുമായി ഇപ്പോഴും ലൈനാന്നല്ലയോ? അതെന്താ അച്ഛൻ അങ്ങനെ ചോദിക്കാൻ? അച്ചായൻ ഒരുപാട് ലോകം കണ്ട ആളാന്നേ. ദേ, ഞാൻ കുഞ്ഞിനെ കുറ്റം പറയത്തില്ല. കോടിക്കണക്കിന് രൂപ മേനോൻ സാറിന്റെ കയ്യിലുണ്ട്. പക്ഷെ എന്ത് ഫലം? കുഞ്ഞിനെ പോലെ മിടുക്കിയായ ഒരു പെൺകുട്ടിയുടെ ഭർത്താവായി കഴിയാനുള്ള കഴിവൊന്നും അങ്ങേർക്കില്ല. ഹോ, ഈ കർത്താവിന്റെ ഓരോ കളിയേ. ഞാൻ ആരോടും ഇത് പറയത്തില്ല. മേനോൻ സാറോട് ഒരിക്കലും പറയത്തില്ല. ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. അച്ചായ, ഫിനാൻസ് കമ്പനി അച്ചായന്റെ പേര് തന്നെ നടത്തിക്കോ. ഞാൻ ഡെപ്പോസിറ്റ് തരാം. സന്തോഷം. മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊന്നും അച്ചായൻ ആരോടും പറയണ്ട. ഏയ്, കുഞ്ഞെ സുധീഷ് സാറിനെ കാണുന്ന കാര്യം ഒരു ഈച്ചയോട് പോലും ഞാൻ പറയത്തില്ല. ശരി, വേഗം നീരേറ്റ് തറവാടിന്റെ രജിസ്ട്രേഷൻ നടത്താൻ നോക്ക്. അത് അച്ചായനേറ്റു. കുഞ്ഞ് ധൈര്യമായിട്ട് പോയട്ടെ. എന്തിനാണാവോ ഇത്ര തിടുക്കത്തിൽ എന്നെ വിളിപ്പിച്ച്? കരുമനെ എനിക്കൊന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വിളിപ്പിച്ചത്. എന്തിനാ ഇപ്പം ഇങ്ങനൊരു സ്നേഹം? എൻ്റെ കുഞ്ഞിനെ ആളെ കൂട്ടി വന്ന് ആ കളവൻ എൻ്റെ നിന്ന് തട്ടിപ്പറിച്ചെടുത്തു. എന്നിട്ടിപ്പോൾ സ്നേഹം കാണിക്കുന്നു. എനിക്കറിയാം പണക്കാരുടെ സ്നേഹം എന്താന്ന്. വലിയവരോട് സ്നേഹം കാണിക്കുമ്പോൾ കാട്ടിലെ കരിച്ചാത്തി പത്തി വിടർത്തുന്നതിനേക്കാൾ വിഷം അതിലുണ്ടെന്ന് മുത്തി പറയാറുണ്ട്. മുത്തി പറയുന്നതാണല്ലോ ഇപ്പൊ കരുമന് വേദവാക്യം.
ഈ മുത്തി തന്നെ നിന്റെയും ചിന്നുവിന്റെയും കല്യാണത്തിന് എതിര് നിന്നല്ലേ? അക്കരക്കാട്ടിലെ തേൻകനിയെ കൊണ്ടുവന്നതും നിന്റെ കല്യാണം അവളുമായി ഉറപ്പിച്ചതും ഒക്കെ ആരാ? മതി, എനിക്ക് നിങ്ങളുടെ പ്രസംഗം കേൾക്കാനൊന്നും സമയമില്ല. പോലീസ് സൂപ്രണ്ടിന് ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ വല്ല സ്കൂളിലും പോയി ക്ലാസ് എടുക്ക്. ഞാൻ പോവാ. നിൽക്ക്. കരുമ, നീ ഇന്ന് എനിക്ക് അന്യനല്ല. എന്റെ സഹോദരി ചിന്നുവിന്റെ ഭർത്താവാണ് നീ. അവളുടെ കുഞ്ഞ് കതിരന്റെ അച്ഛൻ. ഓ, അതൊക്കെ ഓർമ്മയുണ്ട്. ഉണ്ട്, നല്ലവണ്ണം ഓർമ്മയുണ്ട്. ലീവ് എടുത്ത് ഞാൻ ഈ നാട്ടിൽ നിന്ന് കുറച്ച് അകന്നു നിന്നപ്പോ ഇവിടെ പലത് സംഭവിച്ചതായി എനിക്കറിയാം. എന്തറിയാം? നിങ്ങൾക്ക് ആ നീരേറ്റിലെ ഡോക്ടർ പറഞ്ഞ കള്ളങ്ങളല്ലേ അറിയൂ? അതും അല്ലെങ്കിൽ ആ കിളവൻ കൃഷ്ണപിള്ള പറഞ്ഞ നുണകള്. അതിനപ്പുറത്ത് നിങ്ങൾക്ക് ഒന്നും അറിയില്ല. കരുമൻ ഈ പറഞ്ഞ രണ്ടാളുകളും നുണകൾ ഇതേവരെ എന്നോട് പറയാത്തവരാ. നിന്റെ ഭാര്യ ചിന്നുവിന് ഒരു രണ്ടാം ജന്മം കൊടുത്ത ആളാ പാർവതി ആന്റി. നീ അവരുടെ സൗജന്യ ചികിത്സ നടത്തുന്ന ക്ലിനിക് ആദിവാസികളെയും കൂട്ടി തകർത്ത വിവരം ഞാൻ അറിഞ്ഞു. അവര് വീട്ടിലിരുന്ന ഇപ്പൊ ചികിത്സ നടത്തുന്നേ. നീ ക്ലിനിക്ക് തകർത്തിട്ടും എന്താ രോഗികൾക്കൊരു കുറവും വരാത്തത്? പാർവതി ആന്റി അമേരിക്കയിൽ പോയി മെഡിക്കൽ സയൻസിൽ ഉന്നത ബിരുദങ്ങൾ എടുത്ത ഏറ്റവും വലിയൊരു സീനിയർ ഡോക്ടറാ. അവരൊരു വാക്കു പറഞ്ഞാൽ ലക്ഷങ്ങൾ ശമ്പളം കൊടുത്ത് കൊണ്ടുപോവാൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥർ കാത്തു നിൽപ്പുണ്ട്. അമേരിക്ക പോയി കാശ് കൊടുത്ത് കള്ള ഡിഗ്രി എടുത്തായിരിക്കും. അതല്ലേ ചിന്നിന് ഇഞ്ചക്ഷൻ മാറി കൊടുത്ത് തളർത്തി കിടത്തിയത്? അവളുടെ സംസാര ശേഷി നഷ്ടമായത് അല്ല, അതുകൊണ്ടല്ല. അവൾക്ക് കാട്ടിൽ നിന്ന് കിട്ടിയ രോഗം കൊണ്ടാ തളർച്ചയുണ്ടായത്. അത് കണ്ടുപിടിക്കാൻ വൈകി. അത് നിന്റെ കുറ്റവാ. നീ ഇപ്പൊ ചെന്ന് നോക്ക്, നിന്റെ ഭാര്യ പഴയതുപോലെ ആരോഗ്യവതിയായിക്കൊണ്ടിരിക്കുക. ഭാര്യയും കുഞ്ഞിനെയും കാണാൻ നിനക്ക് ആഗ്രഹമില്ലേ കരുമ? ഇല്ല. വലിയ വീട്ടിലെ ചോറുണ്ട് കഴിയുന്ന അവറ്റകളെ എനിക്കിനി വേണ്ട. അവളുടെ അപ്പാപ്പൻ ആ കിളവൻ എന്നെ മനഃപൂർവ്വം നാണം കെടുത്തി. എന്റെ ആൾക്കാരുടെ മുമ്പിൽ തലപൊക്കി നടക്കാൻ വയ്യാതാക്കി. മതി, ഇനി വേണ്ട നിങ്ങളുടെ സ്നേഹം. വൃത്തികെട്ട വർഗം. കരുമ, നിന്റെ കുഞ്ഞിനെ നിനക്ക് വേണ്ടെന്നാണോ പറയുന്നേ? എന്റെ കുഞ്ഞോ? ആര് പറഞ്ഞ എന്റെ കുഞ്ഞാന്ന്? അല്ലെങ്കിൽ നീരേറ്റ് തറവാട്ടി ജനിച്ചു വളർന്ന ഏത് കുഞ്ഞിനാ ശരിക്കും തന്തയുള്ളത്? എന്താ ഈ പറയുന്ന എസ് പി സാറിന്റെ തന്ത നീരേറ്റ് അനന്തനാണെന്ന് നാട്ടുകാർ പറഞ്ഞറിയാം. എസ് പി സാറിന് ഉറപ്പുണ്ടോ തന്ത ആരാണെന്ന്? കരുമ, എന്താ ഉറപ്പുണ്ടോ? പറ. സോനയുടെ തന്ത ആരെന്നറിയോ? ഇല്ല. എല്ലാത്തിനും കാരണക്കാരൻ ആ വൃത്തിയായിട്ട് അകളവൻ കൃഷ്ണപിള്ളയാ. ആയിസത്തിനും ചാകത നശിച്ചു കിടക്കുന്ന പിശാച്. വീട്ടുമെടുക്ക് ഏത് പട്ടിക്കുണ്ടെന്നറിയാം. കരിമനെ തല്ലിയെന്ന് മേനി പറയാനായിരിക്കും. പക്ഷെ ചെവി നുള്ളിക്കോ. എന്റെ ഭാര്യ എന്നിൽ നിന്ന് അകറ്റിയതിനും അവക്ക് അവകാശപ്പെട്ട സ്വത്ത് തട്ടിയെടുത്തതിനും എന്നെ അപമാനിച്ചതിനും ഓരോന്നിനും എണ്ണി ഞാൻ പകരം ചോദിക്കും. ഇത് കരിമന പറയുന്നത്. ചിന്നു, തീരുമാനം എടുക്കാൻ വരട്ടെ. ഏതോ ഒരു വക്കീലിനെ കൊണ്ട് കരിമന നോട്ടീസ് അയച്ചു എന്ന് വെച്ച് തീരാവുന്ന ബന്ധമാണോ നിങ്ങളുടേത്? ഞാൻ കരുമനെ അടിക്കരുതായിരുന്നു. പെട്ടെന്നൊരു നിമിഷം എന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. എന്നെ പറഞ്ഞോട്ടെ. പക്ഷേ അപ്പാപ്പനെ അങ്ങനെയൊക്കെ പറഞ്ഞ ചിലപ്പോ ഞാനും സെലീന ചെയ്ത പോലെയൊക്കെ ചെയ്തെന്നിരിക്കും. എന്റെ കുഞ്ഞിന്റെ അച്ഛനാണെന്ന് വെച്ച് എന്തു പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ കരിമനെ കൊടുത്തിട്ടില്ല. എന്നാലും കരിമന്റെ മനസ്സിങ്ങനെ മാറിപ്പോയല്ലോ. ഞാനും സോഫിയും പലതവണ പറഞ്ഞു നോക്കിയതാ. നീ അവനോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പൊ ഇല്ലാണ്ടായി. എനിക്ക് തോന്നുന്നത് ആരോ അവനിൽ വിഷം കുത്തിവെക്കുന്നുണ്ടെന്നാ. അതാരാന്നറിയേണ്ടത്.